പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ പള്ളി സെമിത്തേരിയിലെ കല്ലറയ്ക്ക് മുകളിലെ ഗ്രാനൈറ്റ് സ്ലാബ് വീണ്ടും മോഷ്ടിച്ചു. മല്ലപ്പള്ളി മാർത്തോമ പള്ളി സെമിത്തേരിയിലെ കല്ലറയിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം മല്ലപ്പള്ളി മങ്കുഴിപ്പടി പള്ളി സെമിത്തേരിയിലും ഗ്രാനൈറ്റ് സ്ലാബ് മോഷണം പോയിരുന്നു. സുനിൽ ഇലന്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുനിൽ, എങ്ങനെയാണ് വിവരങ്ങൾ? ജീന, മല്ലപ്പള്ളിയിൽ വീണ്ടും സെമിത്തേരിയിൽ നിന്നും ഗ്രാനൈറ്റ് മോഷണം പോയ സംഭവം ഉണ്ടായി. മല്ലപ്പള്ളിയിലെ മാർത്തോമ പള്ളി സെമിത്തേരിയിലെ ഒരു കല്ലറയ്ക്ക് മുകളിൽ പാകിയ ഗ്രാനൈറ്റ് സ്ലാബാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം പോയത്. ഞായറാഴ്ച രാത്രിയും മല്ലപ്പള്ളിയിൽ സമാനമായ സംഭവം ഉണ്ടായിരുന്നു. മല്ലപ്പള്ളി മാർത്തോമ പള്ളി സെമിത്തേരിയിലെ കല്ലറയ്ക്ക് മുകളിലെ സ്ലാബാണ് ഇന്നലെ രാത്രി മോഷണം പോയത്. ഞായറാഴ്ച രാത്രി സമീപപ്രദേശമായ മങ്കുഴിപ്പടി പള്ളി സെമിത്തേരിയിലും സമാനമായ മോഷണം നടന്നിരുന്നു. താന്നിങ്കൽ കുടുംബത്തിൻ്റെ കല്ലറയിൽ സ്ഥാപിച്ചിരുന്ന വലിയ ഗ്രാനൈറ്റ് ഷീറ്റാണ് കാണാതായിട്ടുള്ളത്. ഈ സംഭവത്തിൽ മല്ലപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് കഴിഞ്ഞ രാത്രി മല്ലപ്പള്ളി മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നിന്നും ഗ്രാനൈറ്റ് സ്ലാബ് മോഷണം പോയത്. തൈക്കൂട്ടത്തിൽ TM തോമസ് എന്നയാളുടെ കല്ലറയ്ക്ക് മുകളിൽ പാകിയിരുന്ന 6 അടി നീളവും 3 അടി വീതിയുമുള്ള ഗ്രാനൈറ്റ് സ്ലാബാണ് ഇന്ന് കാണാതായിട്ടുള്ളത്. രാവിലെ വിശ്വാസികൾ ആരാധനയ്ക്കായി ദേവാലയത്തിൽ എത്തിയപ്പോഴാണ് മോഷണവിവരം അറിയുന്നത്. പള്ളി ഭാരവാഹികൾ പരാതി നൽകിയതിനെ തുടർന്ന് മല്ലപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 കേസുകളിലും പ്രതികളെപ്പറ്റി സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. CCTVകൾ ഇല്ലാത്ത സെമിത്തേരികളിലാണ് 2 മോഷണങ്ങളും നടന്നിട്ടുള്ളത്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഭാരമേറിയ ഗ്രാനൈറ്റ് സ്ലാബുകൾ ഇളക്കിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. വാഹനങ്ങളുടെ സഹായമില്ലാതെ ഇവ കടത്തിക്കൊണ്ടു പോകാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ നിരവധി പേർ മോഷണ സംഘത്തിൽ ഉണ്ടാകും എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ജീന.